ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ 8 അധ്യായങ്ങളായിട്ട് കർമ്മങ്ങളുടെ, ഉപാസനകളുടെ, തുടർന്ന് തത്വവിജ്ഞാനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി ഛാന്ദോഗ്യോപനിഷത്ത്. ഇതിൽ പറയാത്ത വിദ്യയില്ല 8 അധ്യായങ്ങളിൽ. അവസാനം ഉപസംഹരിക്കുകയാണ് 15ാമത്തെ ഖണ്ഡത്തിൽ. അപ്പം ഈ 15ാമത്തെ ഖണ്ഡം അത് കേവലം 8ാം അധ്യായത്തിൻ്റെ ഉപസംഹാരമല്ല, മറിച്ച് ഛാന്ദോഗ്യ ഉപനിഷത്തിൻ്റെ മുഴുവൻ ഉപസംഹാരമാണ്. ഇപ്പം തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ഖണ്ഡം അത് വാസ്തവത്തിൽ 8ാം അധ്യായത്തിൻ്റെ ഉപസംഹാരമായിട്ട് എടുക്കാം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. യശസാം യശഃ ശ്വേതമദത്കം അദത്കം ശ്വേതം ലിന്ദുമാഭികാം എന്ന്. വീണ്ടും ജന്മസ്ഥാനത്തെ പ്രാപിക്കില്ല, വീണ്ടും ജന്മസ്ഥാനത്തെ പ്രാപിക്കരുതേ എന്നുള്ളത് അത് 8ാം അധ്യായത്തിൻ്റെ ഉപസംഹാരമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് മൊത്തം ഛാന്ദോഗ്യ ഉപനിഷത്തിൻ്റെ ഉപസംഹാരമാണ് 15ാം ഖണ്ഡം. മൊത്തം എന്തെല്ലാം കർമ്മങ്ങളും ഉപാസനകളും പറഞ്ഞു. എത്ര വിശദമായിട്ടാണ് ഇവിടെ വിജ്ഞാനതലത്തിലുള്ള പരമമായ കൃതാർത്ഥത, അതിലേക്ക് നയിക്കുന്ന ശ്രവണ മനന നിധ്യാസങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. യുക്തി, അനുസന്ധാന പ്രകാരങ്ങൾ എല്ലാം, ഒന്നും പറയാൻ ബാക്കിയില്ല. അങ്ങനെ വിശദമായി പ്രതിപാദിച്ച ആത്മവിദ്യയെ, ബ്രഹ്മവിദ്യയെ ഉപസംഹരിക്കുകയാണ്. തദ്ധൈതദ് ബ്രഹ്മാ പ്രജാപതയ ഉവാച പ്രജാപതിർമനവേ മനോ പ്രജാഭ്യ ആചാര്യകുലാത് വേദമധീത്യ യഥാവിധാനം ഗുരോ കർമാദിശേഷേണ അഭിസമാവൃത്യ കുടുംബേ ശുചൗ ദേശേ സ്വാധ്യായമധീയാനോ ധാർമ്മികാൻ വിദധത് ആത്മനി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ അഹിംസൻ സർവഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ സഖൽവേവം വർത്തയൻ യാവദായുഷം ബ്രഹ്മലോകമഭിസമ്പദ്യതേ നച പുനരാവർത്തത്തെ. തദ്ധൈതദ് ബ്രഹ്മാ പ്രജാപതയ ഉവാച പ്രജാപതിർമനവേ മനോ പ്രജാഭ്യ ആചാര്യകുലാത് വേദമധീത്യ യഥാവിധാനം ഗുരോഃ കർമാദിശേഷേണ അഭിസമാവൃത്യ കുടുംബേ ശുചൗ ദേശേ
സ്വാധ്യായമധീയാനോ ധാർമ്മികാൻ വിദധത് ആത്മനി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ അഹിംസൻ സർവഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ സഖൽവേവം വർത്തയൻ യാവദായുഷം ബ്രഹ്മലോകമഭിസമ്പദ്യത്തെ ന ച പുനരാവർത്തത്തെ ന ച പുനരാവർത്തത്തെ. അങ്ങനെയാണ് ഛാന്തോഗ്യോപനിഷത്ത് പരിസമാപിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇത് 8-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരമല്ല, മൊത്തം ഉപനിഷത്തിൻ്റെ ഉപസംഹാരമാണ്. ഇതിൽ നേരത്തെ ജീവൻ മുക്തി വളരെ വിസ്തൃതമായി പറഞ്ഞിട്ടുണ്ട്. തത്വവിജ്ഞാനിയുടെ മുക്തി, തത്വമസി പ്രകരണം വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഐതദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഇത്യാദി. ആ മഹാവാക്യോപദേശത്തിലേക്ക് എത്തിക്കുന്ന വിവിധ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പല ഗുരുശിഷ്യ സംവാദക്രമങ്ങളിലൂടെയാണ് ആ പരമസത്യത്തെ ആവിഷ്കരിച്ചത്. അതൊക്കെ വീണ്ടും പഠിക്കണമെങ്കിൽ ആദ്യമേ തുടങ്ങണം ഒന്നുകൂടി. അതിലതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ മന്ത്രം പഠിക്കാൻ. തദ് ഹ ഹ കില, നിശ്ചയമായിട്ടും തത് അതിനെ, ഏതത് ഇതിനെ, ഈ ഉപദേശത്തെ, അങ്ങനെയുള്ള വേദപ്രസിദ്ധമായ വേദസാരമായ ഈ ഉപദേശത്തെ, യാതൊന്നിനെ ഛാന്തോഗ്യോപനിഷത്ത് 8 അധ്യായങ്ങളിലൂടെ വിശദീകരിച്ചുവോ അതിനെ ബ്രഹ്മാവ് പ്രജാപതയ ഉവാച, പ്രജാപതയേ ഉവാച, പ്രജാപതിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. പ്രജാപതി എന്ത് ചെയ്തു? പ്രജാപതിർ മനവേ, പ്രജാപതി മനുവിനായിക്കൊണ്ട് ഉപദേശിച്ചു. മനു പ്രജാഭ്യ, മനു എല്ലാ പ്രജകൾക്കും ഉപദേശിച്ചു. മാനവന്മാർക്കെല്ലാം മനു ഉപദേശിച്ചു, എല്ലാ പ്രജകൾക്കും. അങ്ങനെ ഈ വിദ്യ പ്രജകൾക്കിടയ്ക്ക് വ്യാപിച്ചു. പിന്നെ എങ്ങനെയാ വന്നത്? പിന്നെ പ്രജകളിലൂടെ വന്നു. ഈ വിദ്യാപ്രചരണത്തിന് ഗുരുകുലങ്ങളുണ്ടായി, ആചാര്യന്മാരുണ്ടായി. അങ്ങനെ ആചാര്യകുലത്തിൽ നിന്ന് വേദം അധീത്യ, വേദത്തെ നല്ല പോലെ അധ്യയനം ചെയ്തിട്ട് പഠിച്ചിട്ട്, എങ്ങനെ പഠിക്കണം? യഥാവിധാനം, വിധാനത്തിനനുസരിച്ച് ക്രമത്തിനനുസരിച്ച് പഠിക്കണം. അങ്ങനെ ഗുരുകുലത്തിൽ താമസിച്ച്, ആചാര്യകുലത്തിൽ താമസിച്ച്, വിധിക്കനുസരിച്ച് ഗുരുസേവ ചെയ്ത് ഈ വിദ്യയെ വശത്താക്കിയിട്ട് ഗുരോഹോ കർമ്മ അതിശേഷേണ, ഗുരുവിൻ്റെ കർമ്മത്തെ പൂർണ്ണമായി തീർത്തിട്ട് യഥാവിധി ദക്ഷിണാസമർപ്പണം ചെയ്ത് ആചാര്യായ പ്രിയം ധനമാഹൃത്യ, ആചാര്യനായിക്കൊണ്ട് പ്രിയധനത്തെ സമർപ്പിച്ച് എന്ത് ചെയ്യണം? അഭിസമാവൃത്യ, അവിടുന്ന് നല്ലപോലെ ആവർത്തിച്ച് മടങ്ങി, ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി, കുടുംബത്തിൽ വന്ന്, കുടുംബത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? വിവാഹ സംസ്കാരം ചെയ്ത് ഗൃഹസ്ഥാശ്രമധർമ്മത്തെ സ്വീകരിച്ച്
അങ്ങനെ കുടുംബത്തിൽ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ ശുചൗ ദേശേ സ്വാധ്യായമധീയാന, ശുദ്ധിയുള്ളതായ ദേശത്തിൽ സ്വാധ്യായത്തെ ചെയ്തുകൊണ്ട്, അധ്യയനം ചെയ്തുകൊണ്ട്, അത് കുടുംബത്തിൽ കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ധാർമ്മികങ്ങളായ സകല ശാസ്ത്രങ്ങളെയും അധ്യയനം ചെയ്തുകൊണ്ട് തന്നിൽ സർവ ഇന്ദ്രിയങ്ങളെയും ഒതുക്കിയിട്ട് ആത്മനി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ, തന്നിൽ സർവ ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് സർവഭൂതാനി അഹിംസൻ, ഒരു ഭൂതത്തെയും ഒരു ജന്തുവേയും ഉപദ്രവിക്കാതെ ഒരു ജന്തുവേയും ഉപദ്രവിക്കാതെ അന്യത്ര തീർത്ഥേഭ്യ, തീർത്ഥേഭ്യ പലതരത്തിൽ വ്യാഖ്യാനിക്കാം, ഭാഷ്യം പിന്നെ പഠിക്കാം. അപ്പൊ തീർത്ഥങ്ങളുടെ കൂടെ സഹവസിച്ച് അഥവാ തീർത്ഥങ്ങളിൽ വസിച്ച് ഖലു ഏവം വർത്തയൻ യാവതായുഷം, എത്ര കാലം വരെ ആയുസ്സുണ്ടോ അത്രയും കാലം ഇങ്ങനെ കഴിഞ്ഞുകൂടിയുന്നവൻ ബ്രഹ്മലോകം അഭിസമ്പദ്യതേ, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. എപ്പോ? യാവതായുഷം, എത്ര കാലം ആയുസ്സുണ്ട് അത്രയും കാലം ജീവിച്ചാൽ മരണത്തിൽ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. നച പുനരാവർത്തത, അവൻ പിന്നെ പിന്തിരിയില്ല. നച പുനരാവർത്തത, പിന്നെ പിന്തിരിയില്ല. ഇവിടെ വളരെ ശ്രദ്ധിച്ചാൽ ആദ്യം ബ്രഹ്മചര്യാശ്രമത്തിൽ ഗുരുനാഥൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് സ്വാധ്യായശീലത്തോടുകൂടി കഴിഞ്ഞ് തന്നിൽ അന്ധകരണത്തെ അടക്കാൻ വാനപ്രസ്ഥാശ്രമത്തിൽ ശീലിച്ച് ഒന്നിനെയും ഹിംസിക്കാത്ത സന്യാസത്തിലേക്ക് പ്രവേശിച്ച്, കാരണം ഒന്നിനെയും ഹിംസിക്കാത്ത സന്യാസത്തിലേ ഉള്ളൂ. അഭയം സർവഭൂതേഭ്യ, രണ്ടർത്ഥമാണ്. സർവഭൂതങ്ങളിൽ നിന്നും എനിക്ക് അഭയം, പിന്നെ സർവഭൂതങ്ങൾക്കായിട്ടും അഭയം. അതാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാന മന്ത്രം. എന്തൊക്കെയാ ഭൂതച്ച അതൊക്കെ തന്നെ. ഈ ചോദിക്കണ ഭൂതവും കേൾക്കണ ഭൂതവും കാണുന്ന ഭൂതവും കൃമി കീടങ്ങൾ ബ്രഹ്മാവ് പശുപക്ഷികൾ എല്ലാം എല്ലാം. ഒരു ഭൂതത്തിനും എന്നിൽ നിന്ന് ഭയം വേണ്ട, ഒരു ഭൂതത്തിൽ നിന്ന് എനിക്കും ഭയമില്ല. അതാണ് സന്യാസനിഷ്ഠ. ഭയമില്ലായ്മയാണ് സന്യാസത്തിന്റെ അടിസ്ഥാന മന്ത്രം. അതാണ്. അന്നിപ്പോൾ എല്ലാം ഉപദേശിക്കണില്ല, പിന്നെ ഞങ്ങളെ സന്യസിപ്പിച്ചു എന്നായിപ്പോവും. അത് വേണ്ട. അങ്ങനെ ആയുസ് എത്ര കാലമുണ്ടോ അത്ര കാലം അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ എന്താണ്? ശരീരത്യാഗം വരുമ്പോൾ ബ്രഹ്മലോകത്തെ പ്രാപിച്ചോളും. ബ്രഹ്മലോകത്തെ പ്രാപിച്ചവൻ പിന്നെ പുനർജനിക്കുന്ന ഇല്ല. ഇതില് നേരത്തെ ജീവൻ മുക്തിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
ഇത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള മോക്ഷമല്ല. ഉപനിഷത്തിൻ്റെ പാരമാർത്ഥിക തല അതൊന്നും അല്ല. എന്നാൽ ജീവൻ മുക്തൻ വിദേഹമുക്തനാകുന്നു. ഈ നിഷ്ഠയിൽ കഴിയുന്നവൻ മുക്തനായി തീരുന്നു. എങ്ങനെ? ബ്രഹ്മലോകപ്രാപ്തനായിട്ട് മുക്തനാകുന്നു. ക്രമമുക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഉപസംഹരിക്കണം. ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വൈദികമായ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിലൂടെ ക്രമമായി പ്രാപിക്കേണ്ടുന്ന തന്നിൽ ഇന്ദ്രിയങ്ങളെ ഒതുക്കി യാവതായുഷം കഴിഞ്ഞാൽ ബ്രഹ്മലോകപ്രാപ്തനാകുന്നു. നോക്കൂ, തദ്ഹ ഏതത് ആത്മജ്ഞാനം സോപകരണം ഓം ഇത്യേതദക്ഷരം ഇത്യാദ്യൈഃ സഹ ഉപാസനൈഃ തദ്വാചകേന ഗ്രന്ഥേന അഷ്ടാധ്യായീ ലക്ഷണേന സഹ ബ്രഹ്മ ഹിരണ്യഗർഭഃ പരമേശ്വരഃ വാ തദ്വാരേണ പ്രജാപതയേ കശ്യപായ ഉവാച അസൗ അപി മനവേ സ്വപുത്രായ മനുഃ പ്രജാഭ്യഃ ഇത്യേവം ശ്രുത്യർത്ഥസമ്പ്രദായ പരമ്പരയാ ആഗതം ഉപനിഷദ് വിജ്ഞാനം അദ്യാപി വിദ്വത്സു അവഗമ്യതേ. യഥാ ഇഹ ഷഷ്ടാധ്യായത്രയേ പ്രകാശിതാത്മവിദ്യ സഫല അവഗമ്യതേ തഥാ കർമ്മണാം ന കശ്ചന അർത്ഥ ഇതി പ്രാപ്തേ തദാനർത്ഥക്യപ്രാപ്തി പരിജിഹീർഷയ ഇദം കർമ്മണഃ വിദ്വദ്ഭിഃ അനുഷ്ഠീയമാനസ്യ വിശിഷ്ടഫലവത്വേന അർത്ഥവത്വം ഉച്യതേ. ആചാര്യകുലാത് വേദമധീത്യ സഹ അർത്ഥതഃ അധ്യയനം കൃത്വാ യഥാവിധാനം യഥാ സ്മൃത്യുക്തൈഃ നിയമൈഃ യുക്തഃ സൻ ഇത്യർത്ഥഃ. സർവസ്യാപി വിധേഃ സ്മൃത്യുക്തസ്യ ഉപകുർവാണകം പ്രതി കർത്തവ്യത്വേ ഗുരുശുശ്രൂഷായാः പ്രാധാന്യപ്രദർശനാർത്ഥമാः ഗുരോः കർമ്മ യത് കർത്തവ്യം തത് കൃത്വാ കർമ്മശൂന്യः യ അതിശിഷ്ടः കാലः തേന കാലേന വേദം അധീത്യ ഇത്യർത്ഥഃ. ഏവം ഹി നിയമവതാ അധീതഃ വേദഃ കർമ്മജ്ഞാനഫലപ്രാപ്തയേ ഭവതി ന അന്യഥാ ഇത്യഭിപ്രായഃ. അഭിസമാവൃത്യ ധർമ്മജിജ്ഞാസാം സമാപയിത്വാ ഗുരുകുലാത് നിവൃത്യ ന്യായതഃ ദാരാൻ ആഹൃത്യ കുടുംബേ സ്ഥിത്വാ ഗാർഹസ്ഥ്യേ വിഹിതേ കർമ്മണി തിഷ്ഠൻ ഇത്യർത്ഥഃ. തത്രാപി ഗാർഹസ്ഥ്യവിഹിതാനാം കർമ്മണാം സ്വാധ്യായസ്യ പ്രാധാന്യപ്രദർശനാർത്ഥമുച്യതേ. ശുചൗ വിവിക്തേ അമേധ്യാദിരഹിതേ ദേശേ യഥാവദാസീനഃ സ്വാധ്യായമധീയാനഃ ന നൈത്യം അധികം ച യഥാശക്തി ഋഗാദഭ്യാസം ച കുർവൻ ധാർമ്മികാൻ പുത്രാൻ ശിഷ്യാംശ്ച ധർമ്മയുക്താൻ വിദധത് ധാർമ്മികത്വേന തന്നിയമയൻ ആത്മനി സ്വഹൃദയേ ഹാർദേ ബ്രഹ്മണി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ ഉപസംഹൃത്യ ഇന്ദ്രിയഗ്രഹണാത് കർമ്മണി ച സന്യസ്യ അഹിംസൻ അഹിംസാം പരപീഡാം അകുർവൻ സർവഭൂതാനി സ്ഥാവരജംഗമാനി ഭൂതാനി അപീഡയൻ ഇത്യർത്ഥഃ. ഭിക്ഷാനിമിത്തം അടനാദിനാ അപി പരപീഡാ സ്യാദിത്യതഃ അന്യത്ര തീർത്ഥേഭ്യഃ. തീർത്ഥം നാമ ശാസ്ത്രാനുജ്ഞാവിഷയഃ തതഃ അന്യത്ര ഇത്യർത്ഥഃ. സർവാശ്രമിണാം ച ഏതത് സമാനം. തീർത്ഥേഭ്യഃ അന്യത്ര അഹിംസ ഏവ ഇത്യന്യേ വർണ്ണയന്തി. കുടുംബേ ഏവ ഏതത് സർവം കുർവൻ സ ഖല്ലു അധികൃതഃ യാവദായുഷം യാവജ്ജീവമേവം യഥോക്തേന പ്രകാരേണ ഏവ വർത്തയൻ ബ്രഹ്മലോകം അഭിസമ്പദ്യതേ ദേഹാന്തേ നച പുനരാവർത്തതേ ശരീരഗ്രഹണായ പുനരാവൃത്തേഃ പ്രാപ്തായാः പ്രതിഷേധാത്. അർച്ചിരാദിനാ മാർഗേണ കാര്യബ്രഹ്മലോകം അഭിസമ്പദ്യ
യാവത് ബ്രഹ്മലോകസ്ഥിതി താവത് തത്രൈവ തിഷ്ഠതി പ്രാക്തതഃ നാവർത്തതേ ഇത്യർത്ഥഃ. ദുരഭ്യാസഃ ഉപനിഷദ് വിദ്യ പരിസമാപ്ത്യർത്ഥഃ. തദ് ഹ ഏതത് ആത്മജ്ഞാനം സോപകരണം ഓമിത്യേതദക്ഷരം ഇത്യാദ്യൈഃ സഹ ഉപാസനൈഃ തദ്വാചകേന ഗ്രന്ഥേന അഷ്ടാധ്യായീ ലക്ഷണേന സഹ ബ്രഹ്മ ഹിരണ്യഗർഭഃ പരമേശ്വരഃ വാ തദ്ദ്വാരേണ പ്രജാപതയേ കശ്യപായ ഉവാച അസൗ അപി മനവേ സ്വപുത്രായ മനുഃ പ്രജാഭ്യഃ ഇത്യേവം ശ്രുത്യർത്ഥ സമ്പ്രദായ പരമ്പരയാ ആഗതം ഉപനിഷദ് വിജ്ഞാനം അദ്യാപി വിദ്വത്സു അവഗമ്യതേ. യഥാ ഇഹ ഷഷ്ഠാധ്യായത്രയേ പ്രകാശിത ആത്മവിദ്യ സഫല അവഗമ്യതേ. തഥാ കർമ്മണാം ന കശ്ചന അർത്ഥഃ ഇതി പ്രാപ്തേ തദാനർത്ഥക്യ പ്രാപ്തി പരിജിഹീർഷയാ ഇദം കർമ്മണഃ വിദ്വദ്ഭിഃ അനുഷ്ഠീയമാനസ്യ വിശിഷ്ടഫലവത്വേന അർത്ഥവത്വം ഉച്യതേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള ക്രമത്തിലാണ് നേരത്തെ പറഞ്ഞത്. അത് മറക്കരുത്. ഭാഷ്യകാരൻ വേറെ രീതിയിൽ പറഞ്ഞു തരുന്നു. നോക്കൂ, ഈ ഒരു ആത്മജ്ഞാനം, തദ്ഹ ഏതത് ആത്മജ്ഞാനം, ഈ ഒരു ആത്മജ്ഞാനം എങ്ങനെയുള്ള ആത്മജ്ഞാനം? സോപകരണം, ഉപകരണത്തോടു കൂടിയ ആത്മജ്ഞാനം. അതായത് ഈ ആത്മജ്ഞാനത്തെ പ്രാപിക്കാനുള്ള പദ്ധതികളോട് കൂടിയിട്ട്, സാധനകളോട് കൂടിയിട്ട്, അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട്, എന്തിനെ കൊണ്ട് അത് ചെയ്യപ്പെടുമോ അതിനോട് കൂടിയിട്ട്. ഓം ഇത്യേതദക്ഷരം ഇതം എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത് ഛാന്തോക്യോപനിഷത്ത് 1-ാം അധ്യായം 1-ാം മന്ത്രം. അതാണ് ഓം ഇത്യേതദക്ഷരം ഇത്യാദ്യൈഹി സഹ ഉപാസനൈഹി, വിവിധതരം ഉപാസനകളോട് കൂടിയിട്ട്, തദ് വാചകേന ഗ്രന്ഥേന, ആ ഓങ്കാരാർത്ഥ വിശദീകരണാത്മകമായ ഗ്രന്ഥത്തെ കൊണ്ട്, എങ്ങനെയുള്ളതിനെ കൊണ്ട്? അഷ്ടാധ്യായീ ലക്ഷണേന, 8 അധ്യായങ്ങളോട് കൂടിയ, ലക്ഷണത്തോടു കൂടിയ ഗ്രന്ഥത്താൽ. 8 അധ്യായങ്ങളാണല്ലോ ഉള്ളത് ഛാന്തോക്യോപനിഷത്തിൽ. അങ്ങനെയുള്ള ഗ്രന്ഥത്താൽ ബ്രഹ്മാവ്, ഹിരണ്യഗർഭൻ, പരമേശ്വരൻ അല്ലെങ്കിൽ പ്രജാപതയെ കശ്യപായ ഉവാച, പ്രജാപതിക്കായി കൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. കശ്യപ പ്രജാപതിക്ക് ഉപദേശിച്ചു കൊടുത്തു ബ്രഹ്മാവ്. അസൗ അഭി, അവനാകട്ടെ, അയാളാകട്ടെ എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിയാകട്ടെ, കിട്ടിയ വിദ്യയെ വെറുതെ വയ്ക്കാൻ പാടില്ല. നമുക്കൊരാളിൽ നിന്ന് വിദ്യ കിട്ടിയാൽ നമ്മളത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം, കർത്തവ്യമാണ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് കൈമാറിയിട്ടേ ചത്തുപോകാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏ ഏ ആ ആ ആ എന്താ ചെയ്യുക? അപ്പൊ നമ്മളിപ്പോ വെസ്റ്റേൺ ഘാട്ടില് അക്കേഷ്യ അവരുണ്ടാക്കി പറഞ്ഞാൽ നമുക്കാവണമാതിരി നമുക്ക്
ചെയ്യാലോ. അതെ, നമുക്കാവുന്ന പോലെ നമ്മൾ ചെയ്യാം. ഒന്ന്, അതിനെ സാമൂഹികമായി ചെറുക്കാൻ എന്ത് ചെയ്യാം? ഒന്ന്. രണ്ട്, അധികാര സ്ഥാനങ്ങളിൽ എത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസ്ഥയിലേക്ക് എത്താൻ എന്ത് ചെയ്യാം? ഈ ദീർഘകാല പദ്ധതികൾ വിജയിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലും പറമ്പിലും നാട്ടിലും അവനവൻ്റെ കൺവട്ടത്തിലും വെള്ളം കിട്ടുന്നിടങ്ങളിലും എത്ര ഔഷധ വൃക്ഷങ്ങൾ നടാം? അങ്ങനെ നമുക്ക് സാധിക്കണം നമ്മൾ ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനപ്പം? നമ്മുടെ എല്ലാ സമ്പദ് വൈഭവങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ദേശീയ വനീകരണ പദ്ധതി എന്ന് പറഞ്ഞാൽ വനവത്കരണ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്, എഫോറസ്റ്റേഷൻ. ഈ എഫോറസ്റ്റേഷൻ വാസ്തവത്തിൽ ഡീഫോറസ്റ്റേഷൻ ആയിരുന്നു. കാരണം വേൾഡ് ബാങ്ക് അതുപോലെ IMF തുടങ്ങിയ ഏജൻസികൾ പൂർണ്ണമായി സാമ്പത്തികം കൊടുത്തു. അങ്ങനെ പൂർണ്ണമായി സാമ്പത്തികം കൊടുക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ചത് പെട്ടെന്ന് പച്ചപ്പായി വളരുന്ന വൃക്ഷങ്ങളുടെ ആണ്. സുബാബുൽ, അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, മുള, ഇങ്ങനെ കുറേ എണ്ണം. പക്ഷെ അത് വളരുന്നതോടുകൂടി എന്തുണ്ടായി? നമ്മുടെ ഇവിടെ പരമ്പരാഗതമായിട്ട് ഭാരതത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ഔഷധങ്ങളൊക്കെ ആ സ്ഥലങ്ങളിൽ ഇല്ലാതായി. കാരണം യവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടിൽ എവിടെ ഔഷധം ജീവിക്കില്ല, ഒക്കെ ചത്തുപോകും. അപ്പം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാം, നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാം, നമ്മുടെ അറിവിനെ നശിപ്പിക്കാം. നമ്മൾ അടിമയായിക്കൊണ്ടിരിക്കും അവൻ തരുന്ന കെമിക്കൽ ഡ്രഗ് ഉപയോഗിക്കാൻ. സംഭവിച്ചു. പക്ഷേ അത് ഇന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് പദ്ധതി നടക്കുന്നു. ഇന്ന് നടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇന്ന് വലിയ സാമ്പത്തികം ചെലവഴിച്ചിട്ടും മനുഷ്യപ്രയത്നം ചെലവഴിച്ചിട്ടും ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. പുതുതായിട്ട് മരം വെക്കുന്ന സമയത്ത് അതത് നാടിന് യോജിച്ചത് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനനുസരിച്ച് ഇപ്പോൾ ഗുജറാത്തിൽ മാത്രം ലക്ഷക്കണക്കിന് വേപ്പാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കാരണം വേപ്പ് ഗുജറാത്തിൽ ഏറ്റവും യോജിച്ച വൃക്ഷമാണ്. ലക്ഷക്കണക്കിന് വെച്ച് പിടിപ്പിച്ചു. അപ്പം അത് കാണാതിരിക്കരുത്. കേരളത്തെ നോക്കിക്കൊണ്ട് ബാക്കിയെല്ലാം വിലയിരുത്തരുത്. കേരളത്തിൽ ഇനിയും കുറേ കഴിയാനുണ്ട് വെളിച്ചം വരാൻ. എത്രയോ സ്ഥലങ്ങളിൽ അക്കേഷ്യ തോട്ടങ്ങൾ മാറ്റിയിട്ട് അതത് പ്രദേശത്തിന് യോജിക്കുന്ന വൃക്ഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക ഇപ്പം. പിന്നെ അതിൽ തട്ടിപ്പില്ല, അതിലൊക്കെ തട്ടിപ്പുണ്ടാവും, അതിലൊക്കെ പോക്കറ്റുകളിലേക്ക് പൈസ പോവില്ലേ, അതൊക്കെ പോവും. അതില്ലാണ്ടൊന്നും ഒരിക്കലും, അല്ലെങ്കിൽ നമ്മളല്ലാണ്ടാവണം. ഇത് ഈ പറഞ്ഞത് മനസ്സിലാക്കൂ. അപ്പം നമ്മളാൽ കഴിയുന്ന, നമുക്കിപ്പോൾ ഇതൊന്നും പറ്റില്ല, നമുക്ക് ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മളെ സ്ഥലത്ത് ചെയ്യാലോ. നമുക്ക് സ്വാധീനത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം. അത് നമ്മളെത്ര ചെയ്യുന്നുണ്ട്? അതന്നെയാ പറഞ്ഞത്. അതൊക്കെ പോയി. ശരി, കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ സ്യമന്തകത്തിൻ്റെ ചെറിയൊരു ഭാഗപ്പോഴും ഉണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം. അപ്പം അന്നത്തെ ക്യാരറ്റ് എത്ര ഉണ്ടാവും? ഇപ്പം തന്നെ 600 ശിലാനോ മറ്റോ ക്യാരറ്റാണെന്നാണ് കേട്ടത്. അപ്പോൾ കൃഷ്ണൻ്റെ കാലത്ത് എത്ര ഉണ്ടാവും? അതിനെക്കുറിച്ച് ശശി തരൂർ ശക്തമായിട്ട് പറഞ്ഞിരുന്നു അവിടെ. നിങ്ങൾ കള്ളന്മാർ ഞങ്ങളെ മോഷ്ടിച്ചതും പോരാ, ഞങ്ങളുടെ അഭിമാന ചിഹ്നങ്ങൾ കൂടി നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന കള്ളന്മാരാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കി അവിടെ
ശശി തരൂർ പ്രസംഗിച്ചിട്ടുണ്ട്. എവിടെ ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് പോലും. ഇവിടെ ഇയാളിപ്പോൾ വെസ്റ്റേൺ ഘാട്ടിലേക്കും ഈസ്റ്റേൺ ഘാട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സംഗതി വിഷയമായി. അതുകൊണ്ട് ആദ്യം അവനവൻ്റെ പറമ്പിൽ, ഇല്ലെങ്കിൽ എനിക്ക് പറമ്പൊന്നും ഇല്ല സ്വാമി, വേണ്ട, നമുക്ക് സാധിക്കുന്നത് ചെയ്യാമല്ലോ, നമുക്ക് സാധിക്കണം. താല്പര്യമുള്ളത്, എല്ലാവർക്കും ഒരു പണി പറ്റില്ല, എന്നാൽ സ്വാമി നാളെ ചെയ്തോളൂ, നമ്മുടെ പണി അതല്ല, നമുക്ക് വേറെ പണിയാണ്. ഓരോരുത്തർ അവനവൻ താല്പര്യമുള്ളവർ അത്തരം പണികളിൽ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് വിജയിക്കും. നമ്മളെ മലപ്പുറം ജില്ലയിൽ അബ്ദുക്ക ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചു, ലക്ഷക്കണക്കിന്, ഒറ്റയാളേ ഉള്ളൂ. അയാൾക്ക് ആരും കൂട്ടുണ്ടായിട്ടില്ല. പക്ഷെ അയാൾ വൃക്ഷത്തെ കയറ്റി പോകുമ്പോൾ കുട്ടികളൊക്കെ വരും, നാക്ക് ഇവിടെ നനയ്ക്ക്, മറ്റേതാക്ക് നന, കുട്ടികൾ ഇത് നീ നോക്കണം, ഇത് നീ നനയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെയായി ലക്ഷക്കണക്കിനുണ്ടായി. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഹൈവേ 34 വികാസത്തോടനുബന്ധിച്ച് മുറിച്ചു. അയാൾ കുഴിച്ചിട്ട് വളർത്തിയ മിക്കവാറും 10,000 മുറിച്ചു. മുറിക്കാതിരിക്കാൻ പറ്റുമോ? റോഡ് വലുതാവണ്ടേ? റോഡ് വലുതാവണം, നമുക്കും ആവശ്യമല്ലേ? പക്ഷെ അദ്ദേഹം ഞാൻ കുഴിച്ചിട്ടതൊക്കെ മുറിച്ചു എന്നും പറഞ്ഞ് നിരാശനായിരിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും കുഴിച്ചിട്ടു, ഇപ്പൊ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ചെയ്യാം. നമ്മളെ തകർക്കാനോ തുരത്താനുള്ള പരിപാടികൾ മറ്റുള്ളവർ ചെയ്യും. പക്ഷെ നമ്മളത് കണ്ട് നിരാശരായി പിന്തിരിയാതെ നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യാം. അളവറ്റ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, അളവറ്റ ശക്തി. അതെടുത്ത് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. വ്യത്യസ്ത മേഖലകളിൽ, ഏത് മേഖലയാണത്. അയാൾ മടിയന്മാരായിട്ട് എന്നെ ഒന്നിനും കൊള്ളില്ല, ആത്മവിശ്വാസമില്ലാതെ ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നും പറഞ്ഞു പോവാതെ എന്നെ എന്തിനു കൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ നമ്മൾ ഉയരുക, അത്രയേ അതിൽ പറയാനുള്ളൂ. ശരി, അപ്പോൾ കിട്ടിയത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം ബ്രഹ്മാവ് ഇത് പ്രജാപതിക്ക് കൊടുത്തു, പ്രജാപതി മനുവിന് കൊടുത്തു, മനു പ്രജകൾക്കെല്ലാം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും. ഇങ്ങനെ കിട്ടിയവർ കിട്ടിയതിനെ കൊടുക്കണം. നമുക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? മക്കൾക്ക് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഇവിടെ അടുത്ത് തന്നെയാണ്, വളരെ അടുത്താണ്, ഒരു ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അവിടെ 10-200-ലധികം അമ്മമാരുണ്ട്, സ്ത്രീദേഹങ്ങൾ, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്ത്രീദേഹങ്ങളെ അമ്മ എന്ന് വിളിക്കുന്ന ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അങ്ങനെ അധികാരം ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നിന്റെ അമ്മയാണ്ടാ ഞാന്ന് ചോദിക്കും. അപ്പം അവിടെ കൂടിയ ആ അമ്മമാരിൽ 50 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സിന് മുകളിലുള്ളവരോട് മാത്രമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് കൊച്ചു കുട്ടിയാവണ സമയത്ത് അമ്മമ്മ അഥവാ അച്ഛമ്മ ധാർമ്മിക കഥകളെ, പാഠങ്ങളെ പകർന്നു നൽകിയിട്ടുണ്ട്? ഇതായിരുന്നു ചോദ്യം. എല്ലാവരും കൈപൊക്കി. അവിടെ കൂടിയ 50 വയസ്സിന് മുകളിലുള്ള ഒരു 100-150-ഓളം സ്ത്രീദേഹങ്ങൾ എല്ലാവരും കൈപൊക്കി. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. അങ്ങനെ കിട്ടിയ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് എത്ര പേർക്ക് ദിവസവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഒരൊറ്റ കൈപൊന്തില്ല. ഇപ്പം ചിദാനന്ദപുരി സ്വാമിയുടെ മുമ്പിൽ കള്ളം പറയാൻ പറ്റില്ല എന്നുള്ള എന്തോ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ കൈ പൊക്കാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ കൈ പൊങ്ങുമായിരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോ കോഴിക്കോട് ധർമ്മപ്രഭാഷണ പരമ്പര ഉണ്ടായി, ഒരാഴ്ച, മുതലക്കുളം മൈതാനത്ത്. അപ്പോൾ കോഴിക്കോടുള്ള ചില നമ്മളെ തൽപര കക്ഷികൾക്ക് ഒരു താല്പര്യം, ആ കക്ഷികൾ ഇവിടെ ഉണ്ട് ചിലരൊക്കെ,
അതായത് അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ചില പരസ്യങ്ങളിൽ സ്വാമിയുടെ വാചകം എന്നുള്ള നിലയ്ക്ക് ചിലത് കൊടുക്കട്ടെ. ചിദാനന്ദപുരി സ്വാമി ഇങ്ങനെ പറഞ്ഞു, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ വാചകം എന്നും പറഞ്ഞ് ഉദ്ധരിക്കാൻ തക്കോണം പറയാനുള്ള കേമത്വം എനിക്കില്ല. പൂർവാചാര്യന്മാരെന്ത് പറഞ്ഞു അതിനെ പറയുന്നു എന്നല്ലാണ്ട് ഇതിവിടെ വേദാന്ത ക്ലാസ് എടുക്കുന്നു. ഇന്ന് ആംപ്ലിഫയർ, അഹൂജ ആംപ്ലിഫയറിൻ്റെ വകയായിട്ട് വേദാന്ത ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എന്താ നിങ്ങൾ ആരെങ്കിലും വരുമോ? എന്താ അഭിപ്രായം? അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് അറിയിച്ചു കേട്ടോ, പുതിയൊരു ആംപ്ലിഫയർ ഉണ്ട് എന്ന് അറിയിച്ചു. അത് കുട്ടപ്പൻ ആംപ്ലിഫയർ ഉണ്ട്, പുതിയതാ. അപ്പൊ ഇന്ന് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ജാനുവരി മാസം ഇന്ന് റിപ്പബ്ലിക് ദിനാ. അത് ശരി, അത് ധാരണ ഉണ്ടായില്ല, നമ്മൾ സ്മരിച്ചേ ഇല്ല. റിപ്പബ്ലിക് ദിനം സ്മരിക്കാണ്ട് തുടങ്ങിയതൊരു കൃതജ്ഞതയാണ്. അത് ഒത്തുവരിക എന്ന് പറഞ്ഞാൽ കേമം തന്നെ. അപ്പോൾ ഈ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് പ്രതിമാസ വേദാന്ത ക്ലാസ് ആംപ്ലിഫയർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഇതിലത്തെ ഒരു വാചകം, തദ് ഹൈതത് ബ്രഹ്മ പ്രജാപതയെ ഉവാച അഹൂജ ആംപ്ലിഫയർ എന്നെഴുതി അങ്ങനെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ, നമ്മൾക്കൊന്നും പറയാനില്ല. പൂർവികന്മാർ എന്ത് പറഞ്ഞോ അതിനെ കുറച്ച് ശബ്ദം കൂട്ടി അതത് കാലഘട്ടത്തിലെ ഉപ്പും പുളിയും മസാലയും ഒക്കെ ചേർത്ത് അതത് കാലഘട്ടത്തിൽ പറയേണ്ടതില്ലാത്തതൊന്ന് മാറ്റി അതേപടി പറയരുത്. അതത് ദേശകാലത്തിനനുസരിച്ച് യോജിക്കുന്നത് ചേർത്ത് അതത് ദേശകാലത്തിനനുസരിച്ച് അത്ര അഭികാമ്യമല്ലാത്തതിനെ എടുത്തു മാറ്റി അത് ഉത്തമാധികാരികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കാം എന്ന കാരണം കൊണ്ട് അവർ പറഞ്ഞു കേട്ടോ എന്ന് മനസ്സിലാവുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാം. അത് പറയുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് രണ്ടുപേര് ചിദാനന്ദപുരി സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്ത് എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടിയതാണ്? അതുകൊണ്ട് ആ പരിപാടിക്ക് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വേറെ ചെയ്തോളൂ. ചിദാനന്ദപുരി സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്നും വേണ്ട അടിക്കണ്ട പറഞ്ഞു. സത്യമാണ്, യാതൊരു തട്ടിപ്പോയലില്ല, സത്യം മാത്രമാണ് പറയണത്. അപ്പം നമ്മുടെ കർത്തവ്യം നമുക്ക് കിട്ടിയത് നമ്മൾക്ക് കൊടുക്കാം. എന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ കൊടുക്കണം. കൊടുത്തോണ്ടേ ഇരിക്കണം. രണ്ട് ചെവി കൊണ്ട് കേട്ട് ഒരു വായ കൊണ്ട് പറയണം. ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് ഒരു വായ കൊണ്ട് പറയരുത്. 10 ഉള്ളിലുണ്ടെങ്കിൽ 5 പറയുണ്ടു. അതെ. അപ്പൊ സ്വാമി നേരത്തെ പറഞ്ഞത് വിരുദ്ധമായല്ലോ? അല്ല, വിരുദ്ധമല്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന ജിജ്ഞാസുക്കൾക്ക് 10 കൊടുത്തോളൂ, അതിന് വിരോധമില്ല. ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഓരോ തലങ്ങൾ അതെല്ലാ തലമുറയും ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ ദുരവസ്ഥ. ഗ്രാമത്തിൽ സ്വന്തം അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് ചെറുപ്പത്തിൽ കേട്ട 100 ചില്ലാൻ അമ്മമാരിൽ ഒരാൾ പോലും തൻ്റെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് വർത്തമാനകാലത്തിൻ്റെ ദുരവസ്ഥ. പിന്നെ എങ്ങനെ ധർമ്മം ഉണ്ടാവും? എങ്ങനെ ധർമ്മ വ്യവസ്ഥ പുലരും? ഇത് കഥ പറഞ്ഞല്ല. അപ്പൊ ഈ ഇരിക്കുന്ന ഓരോരുത്തരും തന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ടോ? അല്ലേ? അതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവ് പ്രജാപതിക്ക് പറഞ്ഞു കൊടുത്തു. പ്രജാപതി ആ കിട്ടിയത് അതേപടി മനുവിന് കൊടുത്തു. മനു കിട്ടിയത് മുഴുവൻ പ്രജകൾക്ക് മുഴുവൻ കൊടുത്തു. പോരെ, എല്ലായി, എല്ലാവർക്കും ആയി. അങ്ങനെ അത് മനു കശ്യപ അസൗ സ്വപുത്രായ മനവേ മനു പ്രജാഭ്യ, മനു പ്രജകൾക്കെല്ലാമായി കൊടുത്തു. ഇത്യേവം, ഇപ്രകാരം ശ്രുത്യർത്ഥ സമ്പ്രദായ പരമ്പരയോ ആഗതം. ശ്രുത്യർത്ഥ സമ്പ്രദായ പരമ്പരയാ വന്നതാണ് ഈ ഉപനിഷത് വിജ്ഞാനം. അല്ലാണ്ട് ഏതോ ഒരുത്തൻ ഉണ്ടാക്കിയത്, വേറൊരുത്തൻ ഇറക്കി കൊടുത്തത്, വേറൊരുത്തൻ ഊഹിച്ചത്, ഒന്നുമല്ല. പരമ്പരയാ പ്രാപ്തമാണ്. ഈ പരമ്പര എന്നാരംഭിച്ചു ആർക്കും പറയാൻ പറ്റില്ല. സനാതനധർമ്മം, സനാതനധർമ്മം. ചിന്തിക്കുക.
ശ്രുത്യർത്ഥ സമ്പ്രദായ പരമ്പരയാ ആഗതം. ഈ വാചകം നല്ലോണം ഓർമ്മിക്കുക. സമ്പ്രദായം, പരമ്പര, അതിനൊക്കെയുള്ള പ്രാധാന്യം. അച്ഛൻ പുത്രന്, പുത്രൻ പുത്രന്, പുത്രൻ പുത്രന്, ഇതാണ് അങ്ങനെ പരമ്പര പോണത്. ഗുരു ശിഷ്യന്, ശിഷ്യൻ ശിഷ്യന്, അങ്ങനെ പരമ്പര. അത് സമ്പ്രദായാനുസാരം അങ്ങനെ ആഗതമാണ് ഉപനിഷദ് വിജ്ഞാനം. അദ്യാപി വിദ്വത്സു അവഗമ്യത. ഇന്നും വിദ്വാൻമാർക്കിടയ്ക്ക് ഇത് മനസ്സിലാക്കപ്പെടുന്നു. ഇന്നും വിദ്വാൻമാർക്കിടയ്ക്ക് ഉപനിഷത്തുണ്ട് എന്ന് ശങ്കരാചാര്യ എഴുതുന്ന കാലത്ത്, ഇന്ന് നമ്മൾ പറയണ കാലത്ത് ഇല്ലേ ഉപനിഷത്തില്ലേ? നമ്മൾ ഇത്ര പേരോട് പഠിക്കില്ലേ? ഇതുപോലെ എത്ര ലക്ഷം പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പൂരാണ് ആ സനാതനധർമ്മം. ആ സമ്പ്രദായ പാരമ്പര്യത്തെ അവഗണിച്ചും കൊണ്ടും നിന്ദിച്ചുകൊണ്ടും ചെയ്യരുത്. അത് പാടില്ല. കാലത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കാം, കുറയ്ക്കാം, ഒക്കെ ചെയ്യാം. അപ്പൊ പലമാതിരിയൊക്കെ വേണ്ടി വരും. അതാണ് ഈ ഉപനിഷത്ത് അദ്യാപി ഇന്നും വിദ്വത്സു അവഗമ്യതേ, വിദ്വാൻമാരിൽ മനസ്സിലാക്കപ്പെടുന്നു. വ്യക്തമാണല്ലോ. നോക്കൂ, യഥാ ഇഹ ഷഷ്ടാധ്യായത്രയേ പ്രകാശിത ആത്മവിദ്യ സഫല അവഗമ്യതേ. അപ്പോൾ ഇവിടെ ഷഷ്ടാധ്യായത്രയേ 6, 7, 8 എന്നീ അധ്യായങ്ങളിൽ, അവിടെയാണല്ലോ ഏറ്റവും പ്രധാനമായ വേദാന്തോപദേശം നമുക്ക് കിട്ടിയത്. തത്വമസ്യാദി പ്രകരണം മുതൽക്ക് ഇങ്ങോട്ട് ഭൂമാവിദ്യ തുടങ്ങിയിട്ടുള്ള എല്ലാം 6, 7, 8 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞ പ്രകാശിപ്പിക്കപ്പെട്ട ആത്മവിദ്യ സഫല അവഗമ്യതേ, സഫലമായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. തഥാ കർമ്മണാംന കശ്ചനാർത്ഥ. അങ്ങനെയാണെങ്കിൽ കർമ്മങ്ങളെ കൊണ്ടൊരു കാര്യവും ഇല്ല. ഞാനും പറഞ്ഞിട്ടില്ല കേട്ടോ. ഭാഷ്യകാരൻ തന്നെ ആശയ വിശദീകരണത്തിന് ഉപസംഹരിക്കുന്ന ഘട്ടത്തിൽ ഒന്നുകൂടി എടുത്തിടുകയാണത്. അപ്പോൾ 6, 7, 8 അധ്യായങ്ങളിലത്തെ വിദ്യ വളരെ സഫലമാണ്. അതുകൊണ്ട് 1, 2, 3, 4, 5 അധ്യായങ്ങളിലത്തെ കർമ്മങ്ങൾ, ഉപാസനകളും ഒരർത്ഥവും ഇല്ലാത്തതാണ് എന്ന് വരുന്നു. എന്ന് വന്നപ്പോൾ ഇതി പ്രാപ്തേ തദാനർത്ഥക്യ പരിജിഹീർഷയ. അയ്യയ്യേ, ശ്രുതി പറഞ്ഞ ഒന്നുപോലും അർത്ഥമില്ലാത്തതില്ല. ആനർത്ഥക്യത്തെ നിരാകരിക്കാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇച്ഛ കൊണ്ട്, പരിജിഹീർഷയ, പരിഹരിക്കാനുള്ള ഇച്ഛ, പരിജിഹീർഷ, തയാ പരിജിഹീർഷയ ഇദം കർമ്മണഃ വിദ്വദ്ഭിരനുഷ്ഠീയമാനസ്യ വിശിഷ്ടഫലവത്വേനർത്ഥവത്വം ഉച്യതേ. അറിവുള്ളവര് വേണ്ടതുപോലെ ആചരിച്ചാൽ എല്ലാ കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും ഫലമുണ്ട് എന്ന് കാണിക്കുന്നു. വേദത്തിൽ പറഞ്ഞ ഒന്നുപോലും അർത്ഥരഹിതമല്ല. അപ്പൊ സകാമമായിട്ട് ചെയ്യാൻ പറഞ്ഞ യാഗങ്ങളെ കൊണ്ട് ഫലമില്ല, അതുകൊണ്ടും ഫലമുണ്ട്. ഒന്നും നിരർത്ഥകമായിട്ടില്ല. ഓരോന്നും അതിന്റെ പ്രയോജനം നമുക്ക് തരുന്നുണ്ട്. സകാമ കർമ്മങ്ങളെ കൊണ്ട് കർമ്മത്തിൽ നിഷ്ഠ ലഭിക്കും. കർമ്മത്തിൽ നിഷ്ഠ ലഭിച്ചാൽ താനേ കാമം പോവും. കാമം പോയാൽ അത് ഉപാസനയായി മാറും. ഉപാസന കൊണ്ട് ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി വന്നാൽ ഈശ്വര തത്വജ്ഞാനത്തിലേക്കുള്ള താത്പര്യം വരും. അത് ജ്ഞാനവിചാരത്തിലേക്ക് എത്തിച്ചേർക്കും. ഒന്നും വ്യർത്ഥമല്ല. ആ വരുമല്ലോ, മന്ത്രം ചൊല്ലിയോണ്ടല്ലോ. പിന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ ആരും, കണ്ടുപിടിച്ചതല്ലേ. മരാമരാമരാന്ന് ചൊല്ലിയാലും മതി. വ്യക്തിയേന ഉപദേശ. രാമരാമാന്ന് ചൊല്ലണമെന്നില്ല. വ്യക്തിയേന, വ്യത്യയത്തിലൂടെ ഉപദേശിച്ചു. വാൽമീകത്തിലില്ല. ഇല്ല, ഇല്ലല്ല, വാൽമീകത്തിലില്ല. അധ്യാത്മരാമായണത്തിലുണ്ട്, മൂലത്തിലുണ്ട്. അപ്പോ എന്നാലും കുഴപ്പമില്ലാന്നേ. മരാമരാമരാമരം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. പിന്നെ വീണ്ടും രാ ചേരുമ്പോൾ വീണ്ടും രാമ തന്നെയായി. വൃത്താവുമ്പോൾ ഒക്കെ ശരിയായി. വാൽമീകത്തിലില്ല. അപ്പോ
വിദ്വദ്ഭിഹി അനുഷ്ഠീയമാനസ്യ വിശിഷ്ടഫലവത്വേന അർത്ഥവത്വം ഉച്യതേ. എന്താണത്? ആചാര്യകുലാദ് വേദമതീത്യ. അത് വായിച്ചില്ലാന്ന് തോന്നുന്നില്ലേ? ആചാര്യകുലാത് വേദം അധീത്യ സഹ അർത്ഥതഃ അധ്യയനം കൃത്വാ യഥാവിധാനം യഥാസ്മൃത്യ അല്ലല്ല യഥാ സ്മൃത്യുക്തൈഃ നിയമൈഃ യുക്തഃ സൻ ഇത്യർത്ഥഃ. സർവസ്യാപി വിധേഃ സ്മൃത്യുക്തസ്യ ഉപകുർവാണകം പ്രതി കർത്തവ്യത്വേ ഗുരുശുശ്രൂഷായാഃ പ്രാധാന്യപ്രദർശനാർത്ഥം ആഹ ഗുരോഃ കർമ്മ യത് കർത്തവ്യം തത് കൃത്വാ കർമ്മശൂന്യഃ യഃ അതിശിഷ്ടഃ കാലഃ തേന കാലേന വേദമധീത്യ ഇത്യർത്ഥഃ. ഏവം ഹി നിയമവതാ അധീതഃ വേദഃ കർമ്മജ്ഞാനഫലപ്രാപ്തയേ ഭവതി ന അന്യഥാ ഇത്യഭിപ്രായഃ. അപ്പൊ ആചാര്യകുലത്തിൽ നിന്ന് വേദത്തെ പഠിച്ച്, ആചാര്യനരികെ താമസിച്ച് വേദം പഠിച്ച്. എങ്ങനെ പഠിക്കണം? അർത്ഥതഃ. വെറുതെ ചൊല്ലി പഠിച്ചിട്ട് പ്രയോജനമില്ല. പ്രയോജനമുണ്ട്, വെറുതെ ചൊല്ലി പഠിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയരുത്. വെറുതെ ചൊല്ലി പഠിച്ചാൽ വെറുതെ ചൊല്ലി പഠിച്ചതിൻ്റെ പ്രയോജനമുണ്ട്. എന്നാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് എന്ത് വേണം? അർത്ഥതഃ. അർത്ഥം മനസ്സിലാക്കി പഠിച്ച് അധ്യയനം കൃത്വ, അധ്യയനം ചെയ്ത്. എങ്ങനെ? യഥാ സ്മൃത്യുക്തൈഃ നിയമൈഃ യുക്തഃ സൻ. സ്മൃതിയാൽ പറയപ്പെടുന്ന നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വേണം, നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വേണം ശാസ്ത്രം പഠിക്കാൻ. തോന്നിയോണല്ല. അത് നിയമങ്ങളുണ്ട്. ഇത്ര രാവിലെ ഉണരണം, ഇത്ര രാവിലെ ഉണരണം. ഗായത്രി ചെയ്യണം, ഗായത്രി ചെയ്യണം. മറ്റു ഉപാസനകൾ വേണം, ഉപാസന വേണം. ഗുരുകുലമൊക്കെ വൃത്തിയാക്കണം, അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി ഗുരുസേവ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതിനല്ലോ ഞാൻ പോയത്. ഞാൻ അടിച്ചു വരാനാ പോയത്, ഞാൻ പഠിക്കാനല്ലേ പോയത്. എടാ, ഇതിന് പഠനത്തിന്റെ ഭാഗമാണത്. പാത്രം കഴുകല്, ഗുരുവിന്റെ വസ്ത്രം അലക്കി കൊടുക്കല്, അങ്ങനെ പോവും. അതാണ് സ്മൃത്യുക്തൈഃ നിയമൈഃ യുക്തഃ. ഇത്ര മണിക്ക് ഉണരണം, എത്ര മണിക്ക് കിടക്കണം. ഗുരു ഉണരുന്നതിന് മുമ്പ്, ഗുരു ഉണരുന്നത് നമുക്കറിയില്ല, എന്നാലും ഗുരു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഉണർന്ന് ഒക്കെ തയ്യാറാവണം. ഗുരു ഉറങ്ങിയിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഗുരു ഉറങ്ങണത് നമുക്കറിയാം എപ്പോഴാന്ന്. ഇല്ല, ഗുരു വിശ്രമിക്കാൻ പോയതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ. ഗുരു പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് പഠിക്കാൻ തയ്യാറായിട്ടിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഗുരു നടക്കുമ്പം പിന്നിലേ കാല് വരാൻ പാടുള്ളൂ. ഗുരുവിൻ്റെ ഇടതുഭാഗത്തായിരിക്കണം നമ്മൾ. ഗുരു എപ്പോഴും വലതായിരിക്കണം. വലതുപക്ഷത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അങ്ങനെ പോവും. കുറേ നിയമങ്ങളുണ്ട്. നിയമമൊക്കെ കേട്ടപ്പോൾ പണ്ടൊരാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ ശിഷ്യനായിക്കോളൂ, ഞാൻ ഗുരുവാവാം. അല്ലേ? ആരെങ്കിലും ആളായാൽ പോരെ. അതാണ് യഥാസ്മൃത്യുക്തൈഃ നിയമൈഃ യുക്തഃ സൻ. ഇപ്പം സ്മൃത്യുക്തങ്ങളായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഇന്നമാതിരി കിടക്കണം, ഇന്നമാതിരി ഭക്ഷണം കഴിക്കണം, എല്ലാത്തിനും നിയമമുണ്ട്. ആ നിയമങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരുടെ ശീലം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ നടക്കുന്നത്, അവർ സംസാരിക്കണത്, അവർ ഭക്ഷണം കഴിക്കണത് എല്ലാം നോക്കിയാൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുക, കേട്ടിട്ടല്ല. കണ്ടിട്ടും പഠിക്കാത്തവർ എന്ത് കേട്ടിട്ട് പഠിക്കണം? ഇപ്പൊ സമ്പ്രദായ വിത്തായ ഒരാളുടെ കൂടെ ജീവിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് കിടക്കേണ്ടത് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് സമ്പ്രദായ വിത്ത്.
ആ ആ ആ ആ സർവസ്യാപി വിദേഹേ സ്മൃത്യുക്തസ്യ ഉപകുർവാണകം പ്രതി. ആ അപ്പൊ അങ്ങനെ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുന്ന ബ്രഹ്മചാരി, അവനാണ് ഉപകുർവാണ ബ്രഹ്മചാരി. ഉപകുർവാണൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് ശാസ്ത്രങ്ങളെ പഠിക്കുന്ന ബ്രഹ്മചാരിയാണ് ഉപകുർവാണൻ. അങ്ങനെ ഉപകുർവാണനായിരിക്കുന്ന, ഗുരുവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുന്നവെന്നർത്ഥം. ഗുരുവിനും കുലത്തിനും ഉപകരിച്ചുകൊണ്ട് ശാസ്ത്രം പഠിക്കുന്നവനാണ്. അങ്ങനെയുള്ളവന് ഈ പറഞ്ഞ എല്ലാ സ്മൃത്യുക്തങ്ങളായ നിയമങ്ങളും കർത്തവ്യമാണ്. എങ്കിലും ഗുരു ശുശ്രൂഷായാ പ്രാധാന്യ പ്രദർശനാർത്ഥം ഏറ്റവും പ്രധാനം ഗുരു ശുശ്രൂഷയാണ്. ഗുരുനാഥനെ ശുശ്രൂഷിക്കുക, സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പറയുന്നു ഗുരോഹോ കർമ്മ യത് കർത്തവ്യം തത് കൃത്വ. ഗുരുവിൻ്റെ കർമ്മം ചെയ്തിട്ട് എന്തൊക്കെയാന്ന് കണ്ടറിഞ്ഞ് ചെയ്തിട്ട്. ഗുരുസേവാ നമസ്കാരാദികൾ ചെയ്തിട്ട് കർമ്മശൂന്യായ അതിശിഷ്ട കാല തേന കാലേന വേദമധീത്യ. അങ്ങനെ ഗുരുസേവ ചെയ്ത് ബാക്കി എന്ത് സമയമുണ്ട് ആ സമയം കൊണ്ട് വേണം വേദം പഠിക്കുക. വേദം പഠിച്ചിട്ട് ബാക്കി സമയം കൊണ്ട് ഗുരുസേവയല്ല. ഗുരുനാഥൻ അന്നലെ പഠിപ്പിച്ചില്ലേ എത്ര മന്ത്രം? അതെ പഠിപ്പിച്ചു. അത് ഇന്നത്തേക്ക് പഠിക്കണ്ടേ? വേണം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സേവ ചെയ്യാം എന്നല്ല. ഇവിടെ സേവ ചെയ്തിട്ട് അത് പഠിക്കുക. അതാണ്. ഇത് കുറച്ച് വിഷമം തന്നെയാണ്, അല്ലേ? അത് ഗുരുനാഥന്മാർ പരമാവധി നമ്മളെ ഒരു സെക്കൻഡ് പോലും കിട്ടാത്ത രീതിയിൽ പണിയെടുപ്പിക്കുകയും ചെയ്യും. അതായി ഇതായി അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് 2 സാധനം കടയിൽ നിന്ന് വാങ്ങാൻ വെച്ചാൽ ഒന്നേ പറഞ്ഞു തരുള്ളൂ. ഒന്ന് വാങ്ങി കടയിൽ നിന്ന് കൊണ്ടുവന്നാൽ പിന്നെ രണ്ടാമത്തെ നേരത്തെ പറഞ്ഞോണ്ടേ ഒന്നായിട്ട് പറഞ്ഞാൽ നീ 2 പ്രാവശ്യം പോവുക. വലിയ പ്രശ്നമാണ്, എളുപ്പമല്ല. ഈ സമ്പ്രദായം അനുസരിച്ച് പഠിച്ചു വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വിദ്യയല്ല. പിന്നെ ആണല്ലോ, സിമ്പിളാണെന്ന് വിചാരിച്ച് പഠിച്ചാൽ സിമ്പിളാണ്, സംശയമൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഗുരുസേവ ചെയ്ത് ശേഷിക്കുന്ന കാലം കൊണ്ട് വേദം പഠിച്ച്, അവിടെ ഭാഷ്യകാരൻ സ്വന്തം അഭിപ്രായം പറയാട്ടോ. ഏവം ഹി നിയമവത അധീത വേദ കർമ്മജ്ഞാന ഫലപ്രാപ്തയേ ഭവതി. ഇങ്ങനെ നിയമം പാലിച്ചുകൊണ്ട് പഠിക്കുന്നവനാൽ മാത്രമേ വിദ്യ കർമ്മജ്ഞാന ഫലപ്രാപ്തിക്കായി കൊണ്ടു തീരൂ. അവന് മാത്രമേ ഇത് വേണ്ടതുപോലെ പ്രകാശിക്കൂ, അല്ലെങ്കിൽ പ്രകാശിക്കില്ല. ന അന്യഥ, അല്ലാണ്ട് പ്രകാശിക്കില്ല. ഇത്യഭിപ്രായ എന്ന അഭിപ്രായം. അങ്ങനെ പഠിച്ച് അഭിസമാവൃത്യ ധർമ്മജിജ്ഞാസാം സമാപയിത്വ. അങ്ങനെ ഏതൊന്നറിയാനായിക്കൊണ്ട് ഗുരുകുലത്തിൽ ചേർന്ന് പഠിച്ചു, അതിനെ പൂർത്തിയാക്കി ഗുരുകുല നിവൃത്തിയ, ഗുരുകുലത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ന്യായതഃ ധാരാനാഹൃത്യ, ന്യായത്തിനനുസരിച്ച് ധാരങ്ങളെ ആഹരിച്ച്, ന്യായത്തിനനുസരിച്ച് എന്നുവെച്ചാൽ യഥാന്യായം വിവാഹം കഴിച്ചിട്ട് എന്നർത്ഥം. ഈ യഥാന്യായം എന്നുള്ളതൊക്കെ കാലത്തിനനുസരിച്ച് മാറുന്നതാ, എല്ലാ കാലത്തും ഒന്നല്ല വിവാഹം. അതുകൊണ്ടാണ് യഥാന്യായം പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ പ്രാജാപത്യം, അതുപോലെ ഗാന്ധർവം, ഇത് രണ്ടും ഇന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ബ്രാഹ്മം, ആർഷം, ദൈവം ഒന്നും ഒന്ന് പറയാൻ പറ്റില്ല. പൈശാചം, രാക്ഷസം, ആസുരം, അതും നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ 8 തരം വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇന്നിപ്പോൾ 2 മതി. അത് ഇന്നത്തെ കാലത്ത് കൂടുതൽ നല്ലത് ഗാന്ധർവാന്ന് തോന്നുന്നു. സ്ത്രീ പുരുഷന്മാർ കണ്ട് പ്രേമിച്ച് കല്യാണം കഴിക്കണ കൂടുതൽ നല്ലതാന്ന് തോന്നണത്. ഈ ഡിവോഴ്സിൻ്റെ ഒക്കെ തോത് കാണുമ്പോൾ തോന്നണത് അങ്ങനെയാണ്.
അതെ. തിരിച്ചും പറഞ്ഞു വെക്കാലോ, ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞു വെക്കാലോ. മറ്റേ പെണ്ണ് ആണിന് പറഞ്ഞു വെക്കണതല്ലേ പറഞ്ഞേ, അതിന് പോലെ ആണിനെ പെണ്ണിനും പറഞ്ഞു വെക്കാലോ. മതി, രണ്ടുമായ കുഴപ്പമില്ല. അതെ അതെ, അതായാ മതി. ശരി. ഏതായാലും ന്യായത്തിനനുസരിച്ച്, അതത് കാലത്ത് ദേശത്തിനനുസരിച്ച് ഏതാണോ ഉചിതമായ വിവാഹം, അങ്ങനെ ധാരാനാഹൃത്യ കുടുംബേ സ്ഥിത്വ, കുടുംബായി. കുടുംബേ സ്ഥിത്വ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ഗാർഹസ്ഥ്യ ധർമ്മങ്ങളെ പാലിച്ച് വിഹിതേ കർമ്മണി തിഷ്ഠൻ, വിഹിത കർമ്മങ്ങളെ ചെയ്ത്, നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്ത്, നൈമിത്തിക കർമ്മങ്ങളെ ചെയ്ത്, സ്വത്ത് സമ്പാദിച്ച്, പണം സമ്പാദിച്ച്, കുടുംബത്തെ സംരക്ഷിച്ച്, ഏത് വൃത്തിയിൽ ജീവിക്കണോ ആ വൃത്തിയിൽ ജീവിച്ച്, അങ്ങനെ അതിനെപ്പറ്റി ഇവിടെ പറയണില്ല. തത്രാപി ഗാർഹസ്ഥ്യ വിഹിതാനാം കർമ്മണം സ്വാധ്യായസ്യ പ്രാധാന്യ പ്രദർശനാർത്ഥം. ഗാർഹസ്ഥ്യമാണ് വെച്ചിട്ട് സ്വാധ്യായം കൈവിടരുത്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് സ്വാധ്യായം. ദിവസവും സ്വാധ്യായം ചെയ്യണം. അതിലടങ്ങിയ ആശയങ്ങളെ നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്ത് ശുചൗ വിവിക്തേ അമേധ്യാതിരഹിതേ ദേശേ, മേധ്യമായിരിക്കുന്ന, മേധാസംവർദ്ധകം, ഗ്രഹണധാരണാശക്തി. ഇപ്പൊ ഗ്രഹണധാരണാശക്തിക്ക് യോജിക്കുന്നത് മേധ്യം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലാണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള വസ്തുക്കളുള്ള സ്ഥലത്തൊന്നും പോയി ഇരുന്ന് സ്വാധ്യായം ചെയ്യരുത്. ഇവിടെ നമുക്കൊരു നമ്മളെ ശ്രദ്ധ മുഴുവൻ മറ്റ് വിഷയങ്ങളിലേക്കും ഒക്കെ പോവുച്ചാൽ അത് സ്വാധ്യായം ശരിയാവില്ല. മേധാസംവർദ്ധകമായിരിക്കുന്ന ചുറ്റുപാടിൽ ഇരുന്നു കൊണ്ട് വേണം പഠിക്കാൻ. അശുചിയുള്ള സ്ഥലങ്ങളിലൊന്നും വയ്യ. അശുചിയാവുമ്പോൾ നമ്മളെ ചിന്ത എന്തായാലും അതിനെക്കുറിച്ചുണ്ടാവും. അവിടെ ഉള്ളതായ മറ്റ് പ്രാണികളൊക്കെ നമ്മളെ ഉപദ്രവിക്കാനുണ്ടാവും. നീ അല്ല, അതിനെയൊക്കെ ജയിച്ചു വെച്ചാൽ വിരോധമില്ല. യഥാവദാസീന സ്വാധ്യായം അധീയാന, സ്വാധ്യായം ചെയ്ത് നിത്യം നൈത്യം അധികം നിത്യം ചെയ്യേണ്ടുന്നത് എന്തായാലും ചെയ്യണം. ഇത്ര ഗായത്രി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര ഗായത്രി, അത് നൈത്യമാണ്. അധികം ചെയ്താൽ കുഴപ്പമില്ല. കുറച്ച് അധികം ജപിച്ചൂടെ? മുന്നാനും പറഞ്ഞു അരമണിക്കൂറെങ്കിലും പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. 3/4 മണിക്കൂർ പഠിച്ചൂടെ എന്ന് ചോദ്യമില്ല, നല്ലതാണ്. 1008 ഗായത്രി ജപിക്കണം എന്ന് പറഞ്ഞു, 1010 ജപിച്ചൂടെ എന്ന് ചോദ്യമില്ല, നല്ലതാണ്. 2 അധികം ജപിക്കണം നല്ലതല്ലേ? അതാണ് നൈത്യം അധികം നൈത്യവും അധികവുമായിട്ടുള്ള യഥാശക്തി. അവിടെ യഥാശക്തിയാണ്. ഓരോരുത്തർക്കും ഓരോ സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. രോഗങ്ങളൊക്കെ വരുമ്പോഴുള്ള ചിട്ട വേറെ. ശക്തിക്കനുസരിച്ച് മതി അധ്യയനം. ഋഗാദ്യ അധ്യയനം കുറുവൻ, ഋക്ക് തുടങ്ങിയവയെ അധ്യയനം ചെയ്തിട്ട് ഋഗജു സാമാധർമ്മ രൂപത്തിലുള്ള വേദങ്ങളെ അധ്യയനം ചെയ്ത് ധർമ്മയുക്താൻ വിദധത് ധാർമ്മികത്വേന നിയമയൻ, ധാർമ്മികമായി ജീവിച്ച് സ്വന്തം വ്യവഹാരങ്ങളെ മുഴുവൻ ധാർമ്മികമായി ചിട്ടപ്പെടുത്തി ആത്മനി സ്വഹൃദയെ ഹാർദേ ബ്രഹ്മണി സർവേന്ദ്രിയാണി സംപ്രതിഷ്ഠാപ്യ, തന്നിൽ സർവ കരണങ്ങളെയും സർവ ഇന്ദ്രിയങ്ങളെയും തന്നിൽ തന്നെ ഒതുക്കി ഉപസംഹരിച്ച് ഇന്ദ്രിയഗ്രഹണാത് കർമ്മണിച്ച, ഇന്ദ്രിയങ്ങളെ പറഞ്ഞത് കൊണ്ട് കർമ്മങ്ങളെ തന്നിൽ തന്നെ ഒതുക്കി ചെയ്യേണ്ടതുപോലെ ചെയ്ത് അവസാനം കർമ്മങ്ങളെയൊക്കെ ഒതുക്കി, കർമ്മത്തിന്റെ മൂലമായ ഗായത്രിയെ ഒതുക്കി. ഇപ്പൊ എന്തായി? ആള് മാറി. സന്യസ്യ. അല്ലാതെ എല്ലാ കാലത്തേക്കുള്ളതല്ല ഗൃഹസ്ഥാശ്രമം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരാശ്രമം എല്ലാ കാലത്തേക്കും അല്ല. വിദ്യാർത്ഥിയുടെ കാലഘട്ടം, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥനാവുക. ഗൃഹസ്ഥന്റെ കാലഘട്ടം കഴിഞ്ഞാൽ വാനപ്രസ്ഥനാവണം. അത് കഴിഞ്ഞാൽ സന്യസിക്കണം. എല്ലാ കാലത്തേക്കും ഗാർഹസ്ഥ്യം പറഞ്ഞിട്ടില്ല. അതെ, നാട്ടിൽ കുറവാണല്ലോ.
അപ്പോ അതുകൊണ്ട് ഈ വനത്തിൽ പോകേണ്ട സമയത്ത് പോകാത്തതുകൊണ്ടാണ് വീടൊക്കെ ഇപ്പോൾ അധികവും വനാണ്. അധിക വീടും വനമാണ്. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈറ്റപ്പുലീനെ പോലെയാണ്. അതെ, പ്രശ്നങ്ങളാണ്. ഒരു കാര്യമില്ല അപ്പോൾ. ആ ഏ ആ അതെ, നല്ല മനോഹര, പോയിക്കോളൂ, നല്ലതാ. ഓ, അപ്പോൾ ഇങ്ങനെ സന്യസിച്ചിട്ട് എങ്ങനെ അഹിംസൻ ഹിംസാം പരപീഡാമകുർവൻ അഭയം സർവഭൂതേഭ്യ മത്തഃ. എന്നിൽ നിന്ന് സകല ഭൂതങ്ങൾക്കും അഭയം. ഞാൻ ഒരു ഭൂതത്തെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഒരു ഭൂതത്തിൽ നിന്ന് എനിക്കും ഭയമില്ല. ഞാൻ നിന്നെയും ഭയപ്പെടുത്തണില്ല, നീ എന്നെയും ഭയപ്പെടുത്താൻ സാധ്യമല്ല. ഭയപ്പെടുത്തരുതെന്നല്ല, നിനക്കെന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. ഞാൻ നിന്നെ ഇട്ട് ഭയപ്പെടുത്താൻ വരുന്നുമില്ല. പോരെ? അതാണ് സന്യാസം. അതാണ് സന്യാസിയെ സർവഭൂതാനി സ്ഥാവരജംഗമാനി ഭൂതാനി അപീഡയൻ. സ്ഥാവരജംഗമങ്ങളായിരിക്കുന്ന ഭൂതങ്ങളെ പീഡിപ്പിക്കാതെ അങ്ങനെ കഴിഞ്ഞ. ഇന്നിപ്പോൾ മലയാളത്തിൽ പീഡിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ അർത്ഥം വേറെ കേട്ടോ. ഇല്ലേ? എന്താ ചെയ്യുക, ഭാഷ മാറി ഉപയോഗിക്കണതിന് പോലും ചെയ്യാൻ പറ്റുമോ? ഉപദ്രവിക്കാതെ എന്നേ അർത്ഥമുള്ളൂ. കൊല്ലാതെ, വേദനിപ്പിക്കാതെ, ദുഃഖിപ്പിക്കാതെ എന്നേ അർത്ഥമുള്ളൂ. ഭിക്ഷാനിമിത്തം അടനാദിന അപി ഭിക്ഷാനിമിത്തം അടനാദിന അപി പരപീഡാ സ്യാത് ഇത്യത ആഹ. അന്യത്ര തീർത്ഥേഭ്യഃ. തീർത്ഥം നാമ ശാസ്ത്രാനുജ്ഞാ വിഷയഃ. തതഃ അന്യത്ര ഇത്യർത്ഥഃ. സർവാശ്രമിണാം ച ഏതത് സമാനം. തീർത്ഥേഭ്യഃ അന്യത്ര അഹിംസ ഏവ ഇത്യന്യേ വർണ്ണയന്തി. കുടുംബേ ഏവ ഏതസർവം കുർവൻ സഹ ഖലു അധികൃതഃ യാവദായുഷം യാവജ്ജീവം ഏവം യഥോക്തേന പ്രകാരേണ ഏവ വർത്തയൻ ബ്രഹ്മലോകം അഭിസമ്പദ്യതേ ദേഹാന്തേ. അപ്പോൾ ഭിക്ഷാനിമിത്തം അടനാദി ചെയ്യുമ്പോഴും ഹിംസ ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടല്ലോ എന്ന് ചോദ്യം. നമ്മൾ എന്ത് വ്യാപാരം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. എന്ത് ചെയ്താലും, നടന്നാൽ ലക്ഷക്കണക്കിന് ജന്തുക്കൾ മരിക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉണ്ട്, വെള്ളം ചൂടാക്കുമ്പോൾ ഉണ്ട്, അടിച്ചു വാരുമ്പോൾ ഉണ്ട്, എന്ന് വേണ്ട നമ്മൾ ഏത് പ്രവൃത്തിയിലും ഹിംസയുണ്ടല്ലോ. അപ്പൊ ഭിക്ഷാടനാദിയിലും ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് ശരി. അന്യത്ര തീർത്ഥേഭ്യ. ശാസ്ത്രാനുശാസനമാണ് തീർത്ഥം. ശാസ്ത്രാനുശാസനം അനുസരിച്ച് ജീവിക്കുക. അവിടെ ഇപ്പോൾ ശാസ്ത്രാനുശാസനത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഹിംസകളെ ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഒരു അവശ്യഹിംസ കൂടാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. അത് ലോകത്തിൻ്റെ നിയമമാണ്. അതിപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമാണ്. എന്ത് ചെയ്യുമ്പോഴും ഹിംസ ഉണ്ടെന്നാണ്. അതിപ്പോൾ കൂടാണ്ട് കഴിയില്ല. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ, ശാസ്ത്രാനുശാസനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക, അതിൽ അന്യമായ ഹിംസയ്ക്ക് പോവാതിരിക്കുക, അത്രേ ചെയ്യാൻ പറ്റും. ഒന്നിനെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഉപദ്രവിക്കുന്നില്ല. സ്വാഭാവികമായി ഉപദ്രവമായി ആയിക്കോട്ടെ, ഇപ്പം എന്ത് ചെയ്യാനാ? അത് മറ്റുള്ളത് ഇങ്ങോട്ട് ഉപദ്രവിക്കേണ്ടത് അങ്ങോട്ട് ഉപദ്രവിക്കണം, അങ്ങനെ പരസ്പരം ഒരു ശൃംഖലയായിട്ടാണ് ഇപ്പോൾ ഇത് പോണത്.
അതാണ് തീർത്ഥം നാമ ശാസ്ത്രാനുജ്ഞാ വിഷയ. ശാസ്ത്രത്താൽ അനുജ്ഞാതമായ വിഷയമാണ് തീർത്ഥം. അതിൽ നിന്ന് അന്യമായെടുത്ത് ഹിംസയ്ക്ക് പോവാതിരിക്കുക. ഇത് സർവ്വാശ്രമികൾക്കും സമാനാട്ടുമോ എന്ന് വെച്ചാൽ ബ്രഹ്മചാരിക്ക് അയാൾക്ക് ഉചിതമായ നിയമം, ഗൃഹസ്ഥന് അതിനുചിതമായ നിയമം, വാനപ്രസ്ഥന് അതിനുചിതമായ നിയമം, സന്യാസിക്ക് അതിനുചിതമായ നിയമം. അതിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അഹിംസ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്നർത്ഥം. പട്ടാളക്കാർക്കും ഉണ്ട്. അപ്പം ശത്രു ഇരച്ചു വരുമ്പം അവരെ വെടിവെക്കരുത് എന്നാണോ? മാർമ്മം നോക്കി വെക്കണം എന്ന് തന്നെയാണ്. എന്നാൽ തനിക്ക് സൈനികൻ എന്ന നിലയ്ക്ക് കിട്ടിയ ആയുധത്തെ വ്യക്തി താല്പര്യത്തിന് ഉപയോഗിച്ചുകൂടാ. ഇല്ല, ഒരു കാര്യം ഒപ്പല്ല. ആ ആ ആ യുദ്ധം ഉണ്ടായതാണോ? അതാണ് നമുക്ക് അധോഗതി ഉണ്ടാക്കിയെന്ന്. അത് ശരിയാണല്ലോ. അഹിംസ എന്ന് പറഞ്ഞ് പിന്നാലെ പോയതാണ് നമ്മുടെ നാശത്തിന് കാരണമായത്. അതിൽ സംശയമൊന്നുമില്ല. അതിരിക്കട്ടെ. അതുകൊണ്ട് ആ തീർത്ഥത്തിൽ നിന്ന് ശാസ്ത്രോക്തമായതിൽ നിന്ന് അന്യമായ എന്ന് പറഞ്ഞത്. ശാസ്ത്രോക്തമായത് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഇങ്ങനെ ഏതസർവം കുറുവൻ ഖലു അധികൃത, അങ്ങനെ കർമ്മത്തിൽ അധികാരിയായവൻ യാവദായുഷം യാവജ്ജീവം, ജീവിക്കുന്ന കാലം വരെ യഥോക്തേന പ്രകാരേണ ഏവം ഏവ വർത്തയൻ, വിധിപ്രകാരം വർത്തിച്ചാൽ ബ്രഹ്മലോകം അഭിസമ്പദ്യതേ ദേഹാന്തേ, ദേഹാന്തത്തിൽ ബ്രഹ്മലോകപ്രാപ്തനാകുന്നു. ഇതാണോ ഉപനിഷത്ത് പറയുന്ന പരമമായ മോക്ഷം? അല്ല. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള കൃതാർത്ഥതയെക്കുറിച്ച്, ജീവൻ മുക്തിയെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഉപസംഹാരത്തിൽ പറയുകയാണ്, എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട്. നച പുനരാവർത്തതേ ശരീരഗ്രഹണായ, വീണ്ടും ശരീരഗ്രഹണായ ന പുനരാവർത്തതേ, പുനരാവൃത്തേഹേ പ്രാപ്തായാ പ്രതിഷേധാത്, പുനരാവൃത്തി പ്രാപ്തി പ്രതിഷേധിക്കപ്പെടുന്നു. അയാൾക്ക് നസ പുനരാവർത്തതേ നസ പുനരാവർത്തതേ എന്ന് ആവർത്തിക്കുന്നു. അവന് വീണ്ടും ജനിക്കുന്നില്ല. അർച്ചിരാദിനാ മാർഗേണ കാര്യബ്രഹ്മലോകം അഭിസമ്പദ്യ യാവത് ബ്രഹ്മലോകസ്ഥിതി താവത് തത്രൈവ തിഷ്ഠതി പ്രാക്തതഃ ന ആവർത്തത ഇത്യർത്ഥഃ. അപ്പൊ അർച്ചിരാദി മാർഗത്തിലൂടെ കാര്യബ്രഹ്മലോകത്തെ പ്രാപിച്ച്, അതായത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ജീവൻ മുക്തിയല്ല. ജീവൻ മുക്തി ഫലം നേരത്തെ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് മരണത്തോടു കൂടി അവൻ ഉത്തരായണ ഗതിയിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിച്ച് യാവത് ബ്രഹ്മലോകസ്ഥിതി, എത്ര കാലം വരെ ബ്രഹ്മലോകസ്ഥിതി ഉണ്ടോ അത്രയും കാലം അവിടെ സുഖാനുഭവങ്ങളെ ചെയ്ത് കഴിയുകയും പ്രാക്തതഹൻ ആവർത്തതേ, പിന്നെ പൂർവികമായ മറ്റു കർമ്മങ്ങളെ കൊണ്ട് അയാൾ പ്രാക്തന കർമ്മങ്ങളെ കൊണ്ട് ആവർത്തിക്കാതിരിക്കുന്ന സ്ഥിതി കൈവരികയും ചെയ്യുന്നു. അയാൾ മുക്തനായിത്തീരുന്നു. ദിരഭ്യാസ ഉപനിഷത് വിദ്യാ പരിസമാപ്തി അർത്ഥ. ഉപനിഷത് വിദ്യ ഛാന്തോഗ്യ ഉപനിഷത്ത് പരിസമാപിച്ചു എന്ന് കാണിക്കാൻ 2 പ്രാവശ്യം അഭ്യാസം ചെയ്തു. ഇങ്ങനെയാണ് ഈ 15ാമത്തെ ഖണ്ഡം. ഇത് ഛാന്തോഗ്യ ഉപനിഷത് ദി അഷ്ടമാധ്യായേ 15 ഖണ്ഡഭാഷ്യം സമ്പൂർണം. ഇത് ശ്രീ ഗോവിന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യസ്യ പരമഹംസപരിവ്രാജകാചാര്യസ്യ ശ്രീ ശങ്കരഭഗവതഃ കൃതൗ ഛാന്തോഗ്യോപനിഷത് ഭാഷ്യേ 8മോധ്യായഃ. ഗോവിന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യനായ പരമഹംസ പരിവ്രാജകാചാര്യനായ ശ്രീമദ് ശങ്കരഭഗവാന്റെ കൃതിയിൽ ഛാന്തോഗ്യോപനിഷത് ഭാഷ്യത്തിൽ 8ാധ്യായം സമാപിച്ചു. ഛാന്തോഗ്യോപനിഷത് ഭാഷ്യവും സമാപ്തം. സമ്യക് ആപ്തമായി എന്നാണ് പറയണത്. പൂർണ്ണമായി നേടപ്പെട്ടു എന്നാണ്. ഇതിലെന്തൊക്കെ പറഞ്ഞു അത് മുഴുവൻ നമ്മൾ നേടിയിരിക്കുക എന്നാണ് പറയുന്നത്. സമാപ്തമായി എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കഴിഞ്ഞു എന്നല്ല. സമാപ്തം എന്നുള്ളതിന് ചിലർ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. കഴിഞ്ഞു എന്നല്ല അർത്ഥം. സമ്യക് ആപ്തമായി, നല്ല പോലെ നേടപ്പെട്ടു എന്നാണ്. അങ്ങനെ നേടപ്പെടണമെങ്കിൽ നല്ലപോലെ ആവർത്തിച്ച് സ്വാധ്യായം ചെയ്യുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ.
നല്ലപോലെ സ്വാധ്യായം ചെയ്യാം. ഏതായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്ത് ആരംഭിക്കാം. അടുത്ത പ്രാവശ്യം.